രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ വാർത്ത ഇതാണ്: 5-8 ക്ലാസ്സുകളിൽ തോൽവിയില്ല നയം റദ്ദാക്കി, മാർക്കില്ലെങ്കിൽ ഇനി തോൽക്കും, ക്ലാസ് കയറ്റം അവകാശമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ചട്ടമായി. മറ്റൊരു വാർത്ത: ഹയർ സെക്കൻഡറി കാറ്റഗറിയിൽ CBSEയിൽ നിന്നും ICSEയിൽ നിന്നൊക്കെ കേരള സിലബസിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ഒഴുക്ക് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് നന്നായി കുറയുന്നു എന്നുള്ളതും. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഭാഗമായിട്ട്, വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായിട്ട് കൊല്ല പരീക്ഷയിൽ കുട്ടി തോറ്റാൽ കൂടെ അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ നൽകണം എന്നായിരുന്നു നിയമം. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല, ഏകദേശം 18ഓളം സംസ്ഥാനങ്ങളിൽ നിയമം പാസ്സാക്കിയിരുന്നു. അവിടെയൊക്കെയുള്ള കുട്ടികളുടെ പഠന നിലവാരം നന്നായി കുറയാനാണ് കാരണമായത്. കുട്ടി കൊല്ല പരീക്ഷയിൽ തോറ്റു എന്നുള്ള കാരണം കൊണ്ട് പഠനം ഉപേക്ഷിക്കുമോ, വിദ്യാഭ്യാസം ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വരുന്നത്. അങ്ങനെ 2019 പാർലമെന്റിൽ ഇങ്ങനെ ഒരു മാറ്റം, ഈ ഒരു നിയമം ഒഴിവാക്കണം, തോൽവിയില്ല നയം റദ്ദാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. 5 വർഷങ്ങൾക്കിപ്പുറം 2024 ഈ ഒരു നിയമം ഇനി പാസ്സാവാനിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഏകദേശം 3000ഓളം സ്ഥാപനങ്ങളിൽ, കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും സൈനിക് സ്കൂളുകളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് കീഴിലുള്ള സ്കൂളുകളിലൊക്കെ ഈ ഒരു നിയമം പാസ്സാക്കാനിരിക്കുകയാണ്. അതായത് 5ലും 8ലൊക്കെ കുട്ടി കൊല്ലപരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു റീടെസ്റ്റ് കൂടെ സംഘടിപ്പിക്കട്ടെ. ആ ഒരു റീടെസ്റ്റിലും കുട്ടി തോൽക്കുകയാണെങ്കിൽ കുട്ടി സെയിം ക്ലാസ്സിൽ തന്നെ 1 വർഷം കൂടെ പഠിക്കട്ടെ എന്നുള്ള നിയമമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനക്കാർക്കും ഏത് രൂപത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനമെടുക്കാം എന്നുള്ളതുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തിൽ തോൽവിയില്ല നയം റദ്ദാക്കുന്നത് 8ാം ക്ലാസ് മുതലാണ് എന്നും നമുക്ക് വാർത്തയിൽ നിന്ന് വായിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു പുതിയ നിർദ്ദേശം, കുട്ടി തോൽക്കുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞൊരു റീടെസ്റ്റ്, അതിലും തോൽക്കുകയാണെങ്കിൽ സെയിം ക്ലാസ്സിൽ തന്നെ 1 വർഷം കൂടെ പഠിക്കട്ടെ എന്നുള്ള ഒരു സംഗതി കുട്ടികളുടെ പഠന നിലവാരം നന്നായി ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള SSLCയുടെയും +2ന്റെ ഒക്കെ വിജയ ശതമാനമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുന്നതിന്റെ എണ്ണം കൂടിക്കൂടി പോവാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതികളുടെ പഠന നിലവാരത്തിന്റെ താഴ്ചയും അതേസമയം കുട്ടികളുടെ A+ന്റെ ഉയർച്ചയും, ഇത് രണ്ടും 2 വഴിക്കാണ് പോകുന്നത്. അത് ലിബറൽ വാല്യുവേഷൻ ഒരു കാരണമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, സെയിം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഇതെങ്ങനെയാണ് കുട്ടികളുടെ പഠന നിലവാരം അളക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ എക്സാം ബൈ ലേണിംഗിന്റെ ചാനലുകളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു മാറ്റം വരുന്നത് തികച്ചും നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഭാവിയിലെ കോമ്പറ്റീറ്റീവ് എക്സാംസിനും എൻട്രൻസ് പരീക്ഷകൾക്കും ഭാവിയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കുള്ള ചുവടുവെപ്പിനൊക്കെ ഒരു നല്ല ഒരു കാൽവെപ്പാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹയർ സെക്കൻഡറിയുടെ വിഷയത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ കഴിഞ്ഞ 2 വർഷം മുന്നേ വരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് കാരണം കൊണ്ട് തന്നെ CBSEയിൽ നിന്നും ICSEയിൽ നിന്നൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ് സിലബസിലേക്ക് മാറും. 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറും. എന്താണ് കാരണം? ലിബറൽ വാല്യുവേഷൻ ആണ്, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും, സിലബസ് അത്രത്തോളം കട്ടിയല്ല എന്നുള്ള കാരണം കൊണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം CUET വന്നു. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനിലൂടെ, എൻട്രൻസ് ടെസ്റ്റിലൂടെ മാത്രമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉള്ള ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നത്. അത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചോ, CBSEയിൽ പഠിച്ചോ, ICSEയിൽ പഠിച്ചോ എന്നൊന്നും നോക്കുന്നില്ല. പകരം എന്താണ് കുട്ടിക്ക് ആ ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ കിട്ടിയിട്ടുള്ള സ്കോർ എന്ന് മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ CBSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന എണ്ണം വളരെ കുറഞ്ഞു. 51% കുട്ടികൾ CBSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കഴിഞ്ഞ 5 വർഷം മുന്നേ 2020 മാറിയിരുന്നു എന്ന് നമ്മൾ കാണാൻ പറ്റും. എന്നാൽ ഈ വർഷം 2024 ആയപ്പോഴേക്ക് ഏകദേശം 32% അത് കുറഞ്ഞു. ഏത് CBSEയിൽ നിന്നും കേരള സിലബസിലേക്ക് മാറുന്ന കുട്ടികളുടെ എണ്ണം എന്ന് നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ICSE സിലബസിൽ നിന്നും ഇതേ അവസ്ഥ തന്നെയാണ്. കേരള സിലബസിനെ കുറ്റം പറയല്ല, നമ്മുടെ സിലബസ് പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഹയസ്റ്റ് ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IITയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള JEEയിൽ കഴിഞ്ഞ വർഷം 1% മാത്രമാണ് വിദ്യാർത്ഥികൾ പാസ്സായത്, മലയാളികൾ എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. നീറ്റ് പരീക്ഷയിലാണെങ്കിലും CUETയിലാണെങ്കിലും ഒക്കെ CUET പരീക്ഷയിൽ മലയാളി വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 4-1 കുറഞ്ഞു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ നമ്മൾ വായിച്ചതല്ലേ. അപ്പൊ ഇതൊക്കെ വിളിച്ചു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒന്നുകൂടെ സ്മാർട്ടായിട്ട് പഠിക്കണം, നമ്മുടെ സിലബസ് ഒന്നുകൂടെ ഷാർപ്പൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് നമ്മുടെ എക്സാം ബൈ ലേണിംഗിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതും. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് നേരത്തെ തന്നെ ഒരു എക്സ്പോഷർ കൊടുക്കുക,
ഇപ്പോൾ ഈ കഴിഞ്ഞ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്, മാത്ത് ഒളിമ്പ്യാഡ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ ലെവലിലെ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ കഴിയുന്ന മാത്സിലെ ഒരു ഒളിമ്പ്യാഡ് പരീക്ഷ, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ്. ഇതിൽ 2 മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ എക്സാം വാലിയിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു. വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള മാക്സിമം എക്സാംസിൽ കുട്ടികൾക്ക് എക്സ്പോഷർ നൽകുക. NCERT പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ നടക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സിലബസിൽ നമ്മുടെ കുട്ടികൾ ഒന്നുകൂടെ സ്മാർട്ടായിട്ട് പഠിക്കട്ടെ, മാക്സിമം എക്സാമുകൾ എഴുതട്ടെ, അവരുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യട്ടെ. സയൻസിലും മാത്സിലും സോഷ്യൽ സയൻസിലും ലാംഗ്വേജിലും ഒക്കെയുള്ള അവരുടെ ഡെപ്ത് അവർ ചെറിയ ക്ലാസ് മുതൽ സ്ട്രോങ്ങർ ആയി കൊണ്ടുവരട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്കൂൾ ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുണ്ട് എങ്കിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നത്. IITians, NITians ആൻഡ് ഡോക്ടേഴ്സ് ലീഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മക്കൾക്കും ഭാഗമാകാം. അതുപോലെ തന്നെ JEE എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനായിട്ട് ഗവൺമെന്റും മുന്നോട്ട് കുറേ സ്റ്റെപ്പുകൾ വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറാം എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.